അപ്പോൾ ഗൈസ് കിടു മുടയണത് നോക്കാം, നമുക്ക് പോകാം. എന്തായാലും അപ്പുറത്ത് കിടു മുടയുന്നുണ്ട്, വാപ്പയാണ് മുടയണത്. അപ്പോൾ എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, കമോൺ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത നല്ല നല്ല വീഡിയോകൾ ഇനിയും വരും. ഇൻഷാ അല്ലാഹ് വെയിറ്റ് ചെയ്യുക. ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലക്ഷദ്വീപിലുള്ള ഒരു പണ്ട് കാലത്തെ ഒരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടപ്പോൾ പലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് മനസ്സിലാവാത്തവരുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ വീടൊക്കെ ഓടിട്ടതും അല്ലെങ്കിൽ വാർപ്പ് ഉള്ള വീടൊക്കെയാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഓല കൊണ്ട് മുടഞ്ഞ വീടുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഷെഡാണ് കേട്ടോ, നമ്മളെ മരങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഷെഡൊക്കെയാണ്. അപ്പോൾ ഷെഡുകളും ചെറ്റ എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പറയൽ. ഷെഡിനെ ചെറ്റെന്നും പറയും, ഷെഡെന്നും പറയും. അങ്ങനെ ചെറിയ ചെറിയ ഓല കൊണ്ട് മുടഞ്ഞ ഓരോ ഇത്. അപ്പോൾ ഇതൊക്കെ മുടയണത് നമ്മളെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക തെങ്ങിൻ്റെ ഓല കൊണ്ടാണ് നമ്മളെ കിടു എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണത്. അപ്പോൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഇത് കിടു ആയിട്ട് മാറും. അതിനെ നമ്മൾ കിടു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുള്ളായിട്ട് കിടു എന്താണെന്നുള്ളത്. അപ്പോൾ പണ്ടത്തെ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീടുകളാണ് നമ്മളവിടെ ഇപ്പോൾ ഉള്ളത്. വാർത്ത വീടുകൾ, ഓടിട്ട വീടുകൾ, അങ്ങനെ പല പല ടൈപ്പ് വീടുകൾ. ഓല മേഞ്ഞ് ഇങ്ങനെ കിടു കൊണ്ടുണ്ടാക്കി മേഞ്ഞ വീടുകളൊക്കെ ഇപ്പോൾ അങ്ങനെ ഇല്ല, അങ്ങനെ കാണുന്നില്ല, കുറവാണ്. അപ്പോൾ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുണ്ട്. നമ്മളെ പണ്ടത്തെ കിടു ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ ലക്ഷദ്വീപിൽ. അപ്പോൾ ലക്ഷദ്വീപിലത്തെ കുറച്ച് കിടു ഉണ്ടാക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ഇതാണ് നമ്മളെ കിടു. ലക്ഷദ്വീപുകാർ ഇതിനെ കിടു എന്ന് പറയും. ലക്ഷദ്വീപിൽ പല ദ്വീപിലും പല ഇതിലും പറയുമായിരിക്കും, അത് നമുക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലക്ഷദ്വീപ് കടമത്തിൽ കിടു എന്നാണ് ഇതിനെ പറയണത്. പണ്ട് കാലം കൂടുതലായിട്ട് കിടു മുടഞ്ഞിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെയുള്ളൊരു ഓല, ഫുള്ള് ഓല ഒന്ന് ഇങ്ങനെ എടുക്കും. ഉണങ്ങിയ ഓല കേട്ടോ. ഉണങ്ങിയ ഓല ഇങ്ങനെ വീണ് നമ്മൾ തെങ്ങനെ വീണിട്ടാൽ അതെടുത്തിട്ട് നമ്മൾ ആ ഓല എന്ത് ചെയ്യും, ആ ഓല ഒന്ന് കൊത്തി നല്ല ഷേപ്പാക്കും കേട്ടോ. കറക്റ്റ് ഷേപ്പാക്കും. നമ്മളെ കിടു മുടയാൻ വേണ്ടിയിട്ടുള്ള ഷേപ്പിലാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഷേപ്പിലാക്കിയ കുറച്ച് ഓലകളാണിത്. ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 10, 15, 20 ഓല ഇങ്ങനെ ഒന്നിച്ച് കെട്ടിയെടുത്തിട്ട് അത് പൊക്കി എടുത്തുകൊണ്ട് പോയി നമ്മൾ എന്ത് ചെയ്യുമോ, നമ്മൾ ഈ തെങ്ങിൻ്റെ ഓല എടുത്തുകൊണ്ട് പോയി നമ്മുടെ കടലിൽ ഒരു 10-12 മണിക്കൂർ എന്ത് ചെയ്യും, നനച്ചിടും. എന്നിട്ട് നമ്മൾ അതിരാവിലെ, ഇപ്പം വൈകുന്നേരമാണ് ഇടുന്നതെങ്കിൽ അതിരാവിലെ തന്നെ പോയിട്ട് അതെടുക്കും. പിന്നെ അതെടുത്തോണ്ട് വന്നിട്ട് ഇങ്ങനെ നടുവേ ഇങ്ങനെ വെട്ടിയിടും. ആണുണ്ടോ വെട്ടിയത്? ഇതുപോലെ ഇങ്ങനെ വെട്ടും. ആ വെട്ടിയത് കൊണ്ടാണ് കിടു ഉണ്ടാക്കണത്. പിന്നെ ഓരോ ഓല ഇതിന്ന് ഏതെങ്കിലും ഒരു ഓല എടുത്തിട്ട് ഇങ്ങനെ ഓരോ പീസാക്കി വെക്കും. പിന്നെ നമ്മൾ തളയെന്നാണ് പറയാം. പിന്നെ എനിക്ക് മുടയാനൊന്നും അറിയില്ല കേട്ടോ. വാപ്പാക്ക് മാത്രമേ അറിയുള്ളൂ. ഇവിടെ വാപ്പാക്ക് മാത്രമേ അറിയുള്ളൂ ഈ കിടു മുടയാൻ. മുന്നേ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടതിനെ, പിന്നെ അത് മറന്നുപോയി. അതാണ് ഇപ്പോൾ വെട്ടി ഞാൻ മറന്നു പോകും. പിന്നെ വാപ്പാക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വാപ്പ മറക്കില്ല, വാപ്പാക്ക് അറിയാം. വാപ്പ ഇത് മുടയാൻ തുടങ്ങി ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും. വാപ്പ ഒരു 3-4 കിടു ഇങ്ങനെ മുടഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കും വാപ്പ ഇവിടെ മുടയുന്ന കണ്ടപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് കാണിക്കാമല്ലോ, ഒരു വീഡിയോ എടുത്തോളയോ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്താണ്. നമ്മൾ ഓല കൊണ്ട് ചെറിയ കുട്ടികൾക്ക് ഓരോ സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ. അപ്പോൾ നമ്മളത് കണ്ട് നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടാവില്ലേ. അപ്പോൾ ഈ കിടു മുടയണത് കണ്ട് നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ മുടഞ്ഞു ഇങ്ങനെ ആയി വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അത് മുടഞ്ഞു കഴിയുമ്പോൾ ആ ഓല കൊണ്ട് തന്നെ അതിൽ കെട്ടുകൊടുത്ത് തന്നെ അത് കഴിഞ്ഞു. അപ്പോൾ ഇത് തുടങ്ങണത് എങ്ങനെയാണെന്ന് തുടക്കം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓല മുടയാണത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളി.
അപ്പോൾ എൻ്റെ വാപ്പ ഉണ്ടാക്കിയ കിടുമോഡൽ നിങ്ങൾ കണ്ടില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെന്താണ്, ഞാൻ ബായ് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ, ജസ്റ്റ് ഒരു ബായ് പറയാൻ വേണ്ടി വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഇനിയും വീഡിയോ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒക്കെ കാണുക. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. സോ ബൈ ബൈ.